രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസിനെ വേട്ടയാടി പോലീസ്. ഡൽഹിയിലെ പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വൈകിട്ട് 4 മണിയോടെയാണ് പോലീസ് ടി.ജിയുടെ മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തിയത്. രാത്രി 7:45 കസ്റ്റഡിയിലെടുത്തു. കാര്യവേലിപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ടി.ജിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് വിവരം. പോലീസ് നടപടിക്കെതിരെ വീടിന് മുൻപിൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവും ഉയർത്തി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനും ന്യൂസ് ഡെസ്കിൽ നിന്നും ഗൗതം അനന്തനാരായണനും ചേരുന്നു. ആദ്യം ജിജീഷിലേക്ക്. ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ടി.ജിയെ വേട്ടയാടുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നത്. വീട്ടിൽ കയറിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഒപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. മറ്റു വിശദാംശങ്ങൾ കൂടി. വലിയ തോതിലൊരു വേട്ടയാടൽ തന്നെയാണ് ടി.ജിക്ക്. കാരണം ടി.ജി പലപ്പോഴും അവരെ അലോസരപ്പെടുത്തുന്നത് ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ പേരിലാണ്. പല ഘട്ടങ്ങളിലും നിർഭയമായി കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ടി.ജി എല്ലായ്പ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികളാൽ നിരന്തരമായി തന്നെ വേട്ടയാടപ്പെട്ടത്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളെ വളച്ചൊടുക്കുകയായിരുന്നു. കൃത്യമായി തന്നെ ജന്തർ മന്ദിറിലെ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് നടത്തിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടിയാണ്. സമരത്തെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില മറുപടികളുടെ പേരിലാണ് ഇത്തരത്തിൽ വലിയ പരാതികൾ ആസൂത്രിതമായി പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പരാതികൾ നൽകുന്നു. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളിൽ എടുത്ത കേസിൽ ആണ് എങ്കിൽ പോലും വലിയ ഒരു നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് കൃത്യമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്ന് ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് കൃത്യമായി ലഭിച്ചു. അങ്ങനെയാണ് ടി.ജിയുടെ മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി പോലീസ് സംഘം എത്തുന്നത്. ആദ്യം അവർ അറിയിച്ചത് ടി.ജിയിൽ നിന്ന് ചില വിവരങ്ങൾ തിരക്കുക എന്നത് മാത്രമാണ്. ചില വിവരങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അതിനിടയിൽ പലതവണ ഈ വന്ന ഉദ്യോഗസ്ഥർക്ക്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ സൈബർ പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും നിരവധി തവണ ഫോൺ കോളുകൾ വന്നു. അതോടുകൂടി പോലീസ് നടപടികൾ കൂടുതൽ കടുപ്പിക്കുന്ന നിലയിൽ, അതായത് ജിജീഷ്, ഈ ടി.ജി ഒരു കുറ്റവാളി എന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ പോലീസിന്റെ ഭാഗത്തിനുമുണ്ടായത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ ഇടപെടലുണ്ടാകുന്നു, കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു. ആ നേതൃത്വത്തെ, ആ രാഷ്ട്രീയ കക്ഷിയുടെ നിലപാടിനെ തൃപ്തിപ്പെടുത്താനുള്ള സമീപനം ഏതൊക്കെയോ ഭാഗത്തു നിന്നും തിടുക്കമുണ്ടാക്കുന്നു. ആ രീതിയിൽ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള നാട്ടുകാരുടെ ഇടപെടലും പ്രതിഷേധവും ഉണ്ടായതല്ലേ? അതുകൊണ്ട് തന്നെയാണ് കെ.പി. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള പല നിലപാടുകളും അത് കൃത്യമായി തന്നെ വലിയ പിന്തുണ, ജനകീയ പിന്തുണകൾ നേടിയിട്ടുള്ളതാണ്, ലഭിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് രാജ്യത്തെ എമ്പാടും തന്നെ കേരളത്തിൻ്റെ മലയാളികൾ എല്ലാ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ എൻ്റെ അഭിപ്രായങ്ങളെ ശക്തമായി തന്നെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേട്ടയാടലിനെതിരെ വലിയ പ്രതിഷേധം ആ ഒരു സമയത്ത് നമുക്ക് അവിടെ അലയടിച്ചത് കാണാൻ കഴിഞ്ഞത്. ആ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ മട്ടാഞ്ചേരി ചെർളായിലെ വീടിൻ്റെ പരിസരത്ത് നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. ദേശീയതയിൽ ഊന്നിയ വലിയ ഒരു അപാലവിത്ത ജനങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ ശക്തമായി തന്നെ ഈ ഒരു നടപടിയെ, പോലീസ് നടപടിയെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് 3 വർഷത്തിൽ താഴെ മാത്രം പരമാവധി ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയ കേസിൽ എന്തിനാണ് ഇത്രമാത്രം നാടകീയ രംഗങ്ങൾ പോലീസ് സൃഷ്ടിക്കുന്നത്? ഈ പ്രായമുള്ള 70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ഈ ഒരു ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്? തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു, ആദ്യം അവിടെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു, അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി കസ്റ്റഡിയിൽ എടുക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളത്? അല്ലെങ്കിൽ ആ കേസിന്റെ എത്താം.